ചെറുപ്പകാലത്ത് തന്നെ അങ്ങനെയാണ്. മക്കക്കാര് നബിതങ്ങളുടെ ചെറുപ്പകാലത്ത് മഴയില്ലാതെ വരുമ്പോ പുന്നാരൻ തങ്ങളുടെ പൂമുഖം വാനലോകത്തേക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ മഴ പെയ്യുന്നു. പുന്നാരനബിതങ്ങളുടെ പൂമുഖം വാനത്തേക്ക് കാണിച്ചാൽ ആ സമയത്ത് മഴ പെയ്യുമായിരുന്നു. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോട് മഴയില്ലാത്ത കാര്യം പറഞ്ഞപ്പോ ആയിഷ ബീവി പറഞ്ഞത് ആ മച്ചൊന്ന് നീക്കിയിട്ട് നബിതങ്ങളുടെ ജാറത്തിന്റെ മുകൾ ഭാഗം തുറന്നിട്ട് അവിടുത്തെ മഖ്ബറയുടെ മൂട് ബന്ധിച്ചിട്ട് മേൽപോട്ടൊന്ന് കാണിച്ചു കൊടുക്കുക, ഖബർ ആകാശം കാണട്ടെ, എന്നിട്ട് മഴ വർഷിക്കുന്നു. നബിതങ്ങളുടെ ഹയാത്ത് കാലത്ത് സ്വഹാബത്ത് ഓടി വരുന്നൊരിക്കൽ സ്വഹാബത്ത് നബിതങ്ങൾ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അഅറാബി വന്നുകൊണ്ട് നബിതങ്ങളോട് പറയുന്നു, നബിയെ അത്തൈനാക വൽ അദ്റാഉ തുദ്മീന ബാനഹാ വഖദ് ശുഗിലത് ഉമ്മുസ്സബീ അലിത്തുഫ്ലി وألقى بكفيه الصبي استكانة من الجوع خوفا ما يمر وما يغليه. നബിയെ, വെള്ളം കുടിക്കാനില്ലാതെ ഞങ്ങൾ വളരെ വിഷമത്തിലാണ്. ഉമ്മമാർക്ക് വെള്ളം കുടിക്കാനില്ലാത്തതിന്റെ പേരിൽ മുലപ്പാല് പോലും വറ്റിപ്പോയിട്ട് മുലപ്പാലിന് പകരം രക്തമാണ് ചുരത്തുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെപ്പോലും അവർ മറന്ന് ഇട്ടേച്ചു പോകുന്നു, പുറത്തേക്ക് വലിച്ചെറിയുന്നൊരവസ്ഥയുണ്ട് നബിയെ. കന്നുകാലികൾ ചത്തുപോകാൻ തുടങ്ങിയിരിക്കുന്നു നബിയെ. കൃഷി മുഴുവനും നശിച്ചുപോയിരിക്കുന്നു നബിയെ. അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ വേണം. فليس لنا إلا إليك فرارنا وأين فرار الناس إلا إلى الرسل. അമ്പിയാക്കന്മാരുടെ അടുത്തേക്കല്ലാതെ, പ്രവാചകന്മാരുടെ അടുത്തേക്കല്ലാതെ പ്രജകൾക്ക് എങ്ങോട്ടാണ് ഓടിപ്പോകാനുള്ളത്? അങ്ങയുടെ സമീപത്തല്ലാതെ മറ്റൊരു സ്ഥലത്തും ഞങ്ങൾക്ക് വരാനില്ല. അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണം നബിയേ, ഞങ്ങൾക്ക് മഴ വേണം നബിയേ. നബിതങ്ങൾ ഉടനെ തന്നെ ദുആ ചെയ്യുന്നു. നബിതങ്ങൾ ഉടനെ തന്നെ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുമ്മ അസ്ഖിനിൽ ഗൈസ് വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ. ദുആ കഴിയുന്നതേയുള്ളൂ. ആകാശത്ത് നിന്ന് മഴ വർഷിക്കുന്നു. എല്ലാവരും മഴ കൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ആ മഴ തുടർന്നു, നന്നായി മഴ പെയ്തു. നാളെയും തുടർന്നു, മറ്റന്നാളും തുടർന്നുകൊണ്ടേയിരുന്നു. അടുത്ത വെള്ളിയാഴ്ച പൊതുപയോദാന സമയത്ത് ആ മനുഷ്യൻ തന്നെ, ജംഗലി മനുഷ്യൻ ഓടിവരുന്നു. നബിതങ്ങളോട് പറയുന്ന, നബിയെ മതി മതി മതി, ധാരാളമായി പോയി. ബാക്കിയുള്ള കന്നുകാലികളും കൂടെ മഴ പെയ്തിട്ട് ഒലിച്ചു പോകാൻ തുടങ്ങി. സംഭരിച്ച ധാന്യങ്ങൾ അതും മഴവെള്ളം കാരണം ഒലിച്ചു പോവുകയാണ്. അതുകൊണ്ടൊന്ന് നിർത്തിത്തരണം. നബിതങ്ങൾ ആകാശത്തേക്ക് കൈ ഉയർത്തി, വട്ടം കാണിച്ചു. മഴ ദൂരോട്ട് പോകട്ടെ, ഞങ്ങൾക്ക് തൽക്കാലം മതി. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. മഴ വേണ്ടെന്ന് കാണിച്ചു. എത്ര മഴ വർദ്ധിച്ചാലും മഴ വേണ്ട എന്ന് ദുആ ചെയ്യരുത്. അതാണ് ഞങ്ങൾ പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ റഹ്മത്താണ്. അപ്പൊ അല്ലാഹുവിനോട് ദുആ ചെയ്യാം, തൽക്കാലം ഇവിടെ വേണ്ട, കുറച്ച് ചുറ്റുമായിക്കോട്ടെ. അങ്ങനെ കാട്ടിലും മറ്റൊക്കെ മഴ പെയ്തിട്ട് നാട്ടിൽ വെള്ളം വേണമെങ്കിൽ കാട്ടിൽ മഴ പെയ്യണം. എല്ലാ സ്ഥലത്തും മഴ വേണ്ട. ബാദിയത്തിലും ഔഖാമിലും വാദികളിലും വാലികളിലും മൗണ്ടനുകളിലും മഴ വർഷിക്കട്ടെ എന്ന് പറഞ്ഞു. لقد كان لكم في رسول الله أسوة حسنة. മുത്തുനബിയിൽ നിങ്ങൾക്ക് പിൻപറ്റാനുള്ള മോഡലുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും നല്ല മോഡൽ ഏതാണ്? മോഡലുകൾ ഒരുപാട് രംഗത്തുണ്ടല്ലോ. ആരാണ് ഏറ്റവും നല്ല മോഡൽ? മുത്തുനബിയാണ്. മോഡൽ എന്ന് പറഞ്ഞാൽ പിൻപറ്റാവുന്ന ആള്. ഇന്ന് മോഡൽ എന്ന് പറയുന്നത് തീരെ പിൻപറ്റാൻ പറ്റാത്ത അഗ്ലി ആ പിക്ചറിനാണ് മോഡൽ എന്ന് പറയുന്നത്. തുണി കൊടുക്കാതെ നടക്കുന്നവർക്ക്
وإنك لعلى خلق عظيم. نبي عظيم خلق الخلق الذي له عظم الرحمن في أعظم الكتب. മദീന ശരീഫിൽ ഹുജ്റത്തു ശരീഫയുടെ ഭാഗത്ത് മുവാജഹത്തു ശരീഫയിൽ വലതുഭാഗത്ത് മുകളിൽ കൊത്തിവെച്ചത് കാണാം. ആ ചുറ്റുഭാഗത്ത് ഇങ്ങനെ എഴുതി തുടങ്ങി വന്ന് അവസാനത്തെ വരിയത അത് കൊത്തിവെച്ചതായി മദീന ശരീഫിൽ കാണാം. നബിയ്യുൻ അദീമുൻ ഖുലുഖുൽ ഖുലുഖുല്ലദീ ലഹു അഅ്ളമ റഹ്മാനു ഫീ അഅ്ളമിൽ കുതുബി. ഏറ്റവും അഅ്ളമുൽ കുതുബായ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളതാണ് പുന്നാര നബിയുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ്,